വെൽക്കം ബാക്ക്. അപ്പം മഴയൊക്കെ കാണുമ്പോൾ ശരിക്കും പഴയ ഈ കഥകളിൽ പറയണ മാതിരി ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലോ അല്ലെങ്കിൽ എന്താ പറയുക മഴയത്ത് ഇറങ്ങി കളിക്കാനുള്ളൊരു ഫീലോ ഒന്നും അല്ല ഇപ്പം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഴ കണ്ടാൽ നമുക്ക് പേടിയാണ്. ഇപ്പോൾ തന്നെ വയനാട്ടിലുണ്ടായ പ്രശ്നങ്ങൾ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അതാ ഇപ്പോൾ ചെയ്യാൻ പറ്റുക, പ്രാർത്ഥിക്കുക. കുറേ നഷ്ടപ്പെട്ടവരും കുറച്ച് നഷ്ടപ്പെട്ടവരൊക്കെ ഉണ്ട്, അവരൊക്കെ തിരികെ ലൈഫിൽ വരട്ടെ, നല്ല സ്ട്രോങ് ആയി വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇപ്പം ഈ താഴെ കാണുന്നതുണ്ടല്ലോ, ഒരു പാടവും പറമ്പൊക്കെയാണ്. അതൊരു 6 അടി താഴ്ചയുണ്ട്. അപ്പോൾ നമുക്കങ്ങനെ ഇറങ്ങി പോകണം. ഈ കഴിഞ്ഞ നമ്മുടെ 2018 പ്രളയത്തിൽ ഈ പാടവും പറമ്പും ഒക്കെ ഇങ്ങനെ വെള്ളം നിറഞ്ഞു നിന്നിരുന്നു. നമ്മുടെ വീട്ടിലേക്ക് വെള്ളം കയറിയില്ല എന്ന് മാത്രം, അതൊരു പൊക്കമുള്ളൊരു സ്ഥലമായതുകൊണ്ട്. അതുകൊണ്ട് ഇപ്പം മഴ എന്ന് പറയുന്നത് ശരിക്കും പേടിപ്പിക്കുന്ന ഒരു സംഭവം അല്ലേ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കുന്നതും പിന്നെ അതുപോലെ ഒരു ചെറിയ ടിപ്പും കൂടിയാട്ടോ. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് വയ്ക്കുന്നത് ഇങ്ങനത്തെ ഒരു ബോട്ടിലാണ്. ഇത് പഴയ ഒലിവ് ഓയിലിൻ്റെ ബോട്ടിലാണ് കേട്ടോ. ഞാൻ എല്ലാ ബോട്ടിൽസും റീയൂസാണ് ചെയ്യാറ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു സ്റ്റോപ്പർ ഉണ്ട്, അത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഒരു സ്റ്റോപ്പർ പ്ലസ് ഡ്രോപ്പർ എന്ന് പറയും. അത് നമുക്ക് ആമസോണിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. കുപ്പി അല്ലാതെ വെറുതെ ആ ഒരു സംഭവം മാത്രം. അപ്പോൾ ഞാൻ ഒഴിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഒരു ഫണൽ ഉപയോഗിച്ചിട്ടാണ് ഞാൻ എണ്ണ ഒഴിക്കാറെന്ന് വെച്ചാൽ എനിക്ക് കറക്റ്റായിട്ട് ഒഴുകും. പക്ഷെ നമുക്ക് ബാലൻസ് തെറ്റിയാൽ എണ്ണ പുറത്തേക്ക് പോകും. അപ്പം ആ സാധനം മുട്ടിപ്പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കണം. അപ്പോഴാണ് ഞാൻ ഏതോ ഒരു വീഡിയോയിൽ കണ്ടു ഇതുപോലെ എന്തെങ്കിലും ഒരു കോല്, ഇതിപ്പോൾ ഒരു പപ്പടക്കോലാണ്, പിന്നെ അതുപോലെ ഇതുപോലെ എന്തെങ്കിലും ഒരു കയ്യിൽ നീളത്തിൽ, പിന്നെ ഇവിടെ ഒരു കുഴി പോലെ ഉണ്ടോ, അപ്പോൾ അങ്ങനത്തെ ഒരു കയ്യിലുണ്ടെങ്കിൽ സുഖമാണ്. അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ ഒഴുകി അങ്ങ് സുഖമായി താഴെ പോയിക്കോളും. കോലാണെങ്കിൽ ഇച്ചിരി നമ്മളൊന്ന് പിടിക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ. പക്ഷേ അതുമ്മേ ടച്ച് ചെയ്താണ് എണ്ണ നമ്മൾ കുപ്പീനകത്തേക്ക് ഒഴിക്കണമെങ്കിൽ സുഖമായിട്ട് പോകും കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനത്തെ കോലില്ലെങ്കിൽ ഇങ്ങനൊരു കയ്യിലായാലും മതി, മരത്തിൻ്റെ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ എൻ്റെ എന്താ പറയുക സീക്രട്ട് റെസിപ്പി എന്ന് പറയാം. അതായത് കുറേ നാൾ 3 മാസം കൂടുതൽ നിൽക്കും ഫ്രിഡ്ജിൽ. പക്ഷെ നമ്മൾ ഇതുപോലെ ചെയ്യണം. വെള്ളത്തിൽ കഴുകിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഉണക്കിയെടുക്കണം. അതായത് വെള്ളം ഇട്ടുപോകാൻ പാടില്ല.
ഇത് നമ്മൾ ലുലുവിൽ നമുക്കിങ്ങനെ നന്നാക്കി കിട്ടുമല്ലോ, അല്ലെങ്കിൽ എനിക്കിവിടെ ചേച്ചി നന്നാക്കി തരും. അപ്പോൾ ലുലു പോയപ്പോൾ സംഭവം കിട്ടിയപ്പോൾ ഞാൻ അങ്ങ് വാങ്ങിച്ചു കേട്ടോ. ഇത് 2, അതായത് 1 കപ്പ് വെളുത്തുള്ളിക്ക് 1 കപ്പ് ഇഞ്ചി. ഓക്കെ, 1 കപ്പ് എന്ന് പറഞ്ഞാൽ 1.5 കപ്പ് ഇഞ്ചി വരെ ആക്കട്ടെ. നിങ്ങൾക്ക് ഇഞ്ചി കുറച്ച് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇഞ്ചിയുടെ ഫൈബർ കുറച്ചുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ 1 കപ്പ് വെളുത്തുള്ളിക്ക് ഒരു 1.5 കപ്പ് ഇഞ്ചി. അപ്പം എൻ്റെ കയ്യിൽ കൃത്യം 1 കപ്പിൻ്റെയൊക്കെ അളവുണ്ടായുള്ളൂ. ഓൾറെഡി അരിഞ്ഞ് വെച്ചതുണ്ടായിരുന്നു. അത് ഇപ്പോൾ 2 കപ്പ് വെളുത്തുള്ളിക്ക് 2 കപ്പ് ഇഞ്ചി കറക്റ്റായിട്ടാണ് എനിക്കുണ്ടായത്. ഒരു 1/2 കപ്പും കൂടി കൂടുതലുണ്ടായിരുന്നു നന്നായാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമുള്ളതെന്ന് പറയുന്നത് ഉപ്പും വെളിച്ചെണ്ണയാണ് കേട്ടോ. ഉപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവം കേടാവാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഉപ്പ്. അതുപോലെ വെളിച്ചെണ്ണ, അതെ, വെളിച്ചെണ്ണ ഇട്ട് നമ്മൾ അരച്ചെടുക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്മേൽ വെളിച്ചെണ്ണ കോട്ടാവും. അപ്പോൾ അതും കേടാവാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു മിക്സിയുമെയാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. സാധാരണ നമുക്ക് വലിയൊരു മിക്സി ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ പേസ്റ്റ് ആക്കണമെങ്കിൽ പേസ്റ്റ് ആക്കാം, അതല്ല ഇങ്ങനെ തരിതരിപ്പായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന് പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല. ഇതിൻ്റെ നമ്മുടെ കൺസിസ്റ്റൻസി എങ്ങനെ വേണമെന്നുള്ളതാണ്. നമ്മുടെ കൺസിസ്റ്റൻസി ഇച്ചിരി പേസ്റ്റ് പോലെ ആവണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അരച്ചെടുക്കണം. പക്ഷെ വെള്ളം ഒട്ടും തന്നെ ചേർക്കരുത്, എണ്ണ മാത്രം ചേർക്കാവൂ. ഏത് വെളിച്ചെണ്ണയും ഉപയോഗിക്കാം. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലാണെങ്കിൽ അത്, അല്ലെങ്കിൽ എന്താ പറയുക, വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണ, കടുകെണ്ണയാണെങ്കിൽ കടുകെണ്ണ, ഏത് എണ്ണയായാലും കുഴപ്പമില്ല. അപ്പോൾ ഇനി നമുക്ക് വൃത്തിയായി ഉണങ്ങി ഇരിക്കുന്ന ഒരു ചാറിനകത്ത്, ചില്ലിൻ്റെ കുപ്പിനകത്ത് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. ഒരു കാര്യം, നമ്മൾ ഒരു ലെയർ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കണം നല്ലതായിരിക്കും കേട്ടോ. ഞാനിതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് എന്താ പറയുക, സക്സസ് ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. വെളിച്ചെണ്ണ ഓൾറെഡി ഇട്ട് അടിച്ചതാണ്, എന്നാലും ഫോർ സേഫ്റ്റി ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും.
അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒരു 3 മാസം നമുക്ക് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ച് വെക്കാം കേട്ടോ. ഇത് കേടാവാതെ ഇരിക്കുമെന്നാണ് ഞാൻ പറയുന്നത്. ഏകദേശം 3 മാസം വരെ എനിക്ക് ഫ്രിഡ്ജിനകത്ത് ഇരുന്നിട്ടുണ്ട്. ഇനി മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെ ഫുൾ സേഫായി ലോക്കായി ഒരു കേടും ആകത്തില്ല. ഇനി നമുക്ക് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ ഇന്നത്തെ ടിപ്സ് ഷെയർ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അതുപോലെ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് എന്താ പറയുക, കുറേ നാളൊക്കെ നിന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ളവർക്കും അത് ഒരു യൂസ്ഫുൾ ടിപ്പായിരിക്കും. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.